എൻ്റെ പേര് റീത്ത മേരിനാണ്. ഇത് വാളയാറാണ്. പാലക്കാടില്ല, വാളയാർ അല്ലേ? ആ, പാലക്കാട് വാളയാറാണ്. എത്ര നാൾ കൊണ്ട് ആട് വളർത്തുന്നുണ്ട്? ഞങ്ങള് ഇപ്പൊ 1 കൊല്ലമായി. 1 കൊല്ലമായി. നാടനാടുകളെയാണ് എല്ലാ നാടനാടുകളും. അപ്പൊ ഇത് ഫുൾ ടൈം ആട് വളർത്താണോ അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും? അല്ല, ഞാൻ ഫാമിലിക്ക് തന്നെ ആട് ഫാമിലിക്ക് പണിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ ആട് കൊണ്ടുവരും. എത്ര ആടുകളുണ്ട് ഇപ്പൊ ഞങ്ങള് വാങ്ങിച്ചത് 3 എണ്ണം വാങ്ങിച്ചു. ഇപ്പൊ 11 ആട്. എല്ലാം പെറ്റ് പെരുകി 11 11. ആട് വളർത്തല് ശരിക്കും ലാഭകരമാണ്. ലാഭമാണ്. ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടാണോ വളർത്തുന്നത്? രാവിലെ കൈത്തീറ്റ് കൊടുത്തിട്ട് പോകും, കുറച്ച് സൈലേജ് കൊടുത്തിട്ട് പോകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് വന്നിട്ട് ആട് പുറത്തിറക്കും. അപ്പൊ പാലിന്റെ ഉപയോഗത്തിനാണോ വളർത്തുന്നത് അതോ മീറ്റായിട്ട് കൊടുക്കാനായിട്ടാണോ? മീറ്റായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യക്കാരുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പാലക്കാടിന്റെ നല്ല ഈ ഭൂപ്രകൃതിയിലെ ഒരുപാട് പുല്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കഴിക്കാനൊക്കെ? അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ആട് വളർത്തല് അനായാസം ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാം. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത്. ഈ ആട് ആര് വേണമെങ്കിലും വളർത്താം. ഞാൻ സ്റ്റെപ്പിൻ ഫാമിലെ പണി ചെയ്യുന്നു. ഞാൻ 7 മണിക്ക് പണിക്ക് പോയി 2 മണിക്ക് വീട്ടിലേക്ക് വരും. വന്നിട്ട് പിന്നെ 4 മണിയാകുമ്പത്തെ ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് എല്ലാ പണിയൊക്കെ വീട്ടിലത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് 4 മണിക്കായി എൻ്റെ ആടുകളിന് പുറത്തിറക്കും. ഒരു 6:30 ആകുമ്പോഴേക്കും ഞാൻ ഉള്ളിൽ കയറ്റും. പ്രത്യേകിച്ച് ആഹാരമൊന്നുമില്ല. ഇല്ല, വൈകിട്ടൊന്നും കൊടുക്കില്ല. ഒന്നില്ല, ഈ പുല്ലും അതൊക്കെ ഉള്ളൂ. ഇതേ ഉള്ളൂ. ചെലവ് ചുരുക്കിയാൽ നമുക്ക് ലാഭകരമായിട്ട് വളർത്താം. നന്നായിട്ട് ലാഭം ഉണ്ടാകുതില്. ഞാൻ 3 ആടേ വാങ്ങിച്ചിട്ടുള്ളൂ. 1 കൊല്ലമായിട്ടുള്ളൂ. ഇപ്പൊ 11 ആടായി. 6 വേണമെങ്കിലും ആട് വളർത്താം. എല്ലാരും വളർത്താൻ തയ്യാറാകുക അല്ലേ? തയ്യാറാകുക.